ഗൂഗിളിന്റെ ഈ നാനോ ബനാന എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് ഗൂഗിളിന്റെ AI സ്റ്റുഡിയോ ആണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ എന്താ ഇത് വരും. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിന്റെ AI സ്റ്റുഡിയോ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഏത് മോഡലാണെന്നുണ്ട്. അതിൽ അതിൻ്റെ ഒരു നാനോ ബനാന എന്നുണ്ട്, ന്യൂ എന്നുള്ള ഇത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്താ ഒരു പ്രോഡക്റ്റ് ചുമ്മാ ഗൂഗിളിൽ പെർഫ്യൂം സെർച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നു. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ദുൽഖർ സൽമാൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ജസ്റ്റ് കോപ്പി ചെയ്ത് എൻ്റെ ഇവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് പേഴ്സൺ ഹോൾഡിംഗ് പെർഫ്യൂമിങ് പ്രോഡക്റ്റ് അത് ജസ്റ്റ് റൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത് ഒരു ഔട്ട്പുട്ട് കാര്യം നോക്കാം. ഇവിടെ ടൈം കാണാൻ എത്ര സെക്കൻഡ് നമ്മൾ അപ്പം കുറച്ച് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇല്ല, കൈ ഇവിടെ നേരെ ഫിൽറ്ററിന്റെ കൈ വേണ്ട നേരെയായിരുന്നു. അത് ഇപ്പം ഇതിൽ വന്നപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ. പക്ഷെ പ്രോഡക്റ്റിന്റെ ഇത് കുറച്ച് വലുതാണ്. അത് നമുക്ക് വീണ്ടും നമ്മളോട് പറഞ്ഞു നോക്കാം. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് തരുമ്പോൾ ഇതിന്റെ ആളുടെ മുഖം ഒന്നും ചേഞ്ച് ആകുന്നതാണ് പ്രത്യേകത. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇമേജ് ഒന്നും ഇത് ChatGPT കൊടുത്തുള്ള പ്രശ്നങ്ങളുടെ ടെക്സ്റ്റുകളൊക്കെ മാറ്റം തന്നിട്ടായിരിക്കും. ChatGPT ഇതുപോലെ ഇമേജ് നാളെ ഫേസ് അതുപോലെ ആയിരിക്കില്ല. അപ്പം ഒന്നുകൂടെ സൂം ആക്കിയിട്ടുള്ള ഇമേജ് ഒന്നും കണ്ടില്ലേ. ഇതിന്റെ അകത്തൊന്നും ഒരു ചേഞ്ചുകളും കാണാൻ പറ്റില്ല. എല്ലാം അതേപോലെ തന്നെയാണ് അവർ തരുന്നത്, ഔട്ട് തരുന്നത്. അതാണ് ഈ ഒരു AI മോഡലിന്റെ മറ്റുള്ള AI മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ ഇതായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഈ ടൂളിന്റെ ഒരു ഫീച്ചർ. അപ്പം ഇതുപോലെ ലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു AI നാനോ ബനാന ടൂൾ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും ടോക്കൺസ് ആണുള്ളത്. നമുക്ക് അത്യാവശ്യം കുറച്ച് നമ്പർ ഓഫ് ഇമേജസ് ഇത് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. ഞാൻ ബാക്കിയുള്ളത് അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിട്ട് ഈ ഇൻസ്റ്റാഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്